ഫിറോസ് ഖാൻ എന്ന വ്യക്തി വളരെ നല്ലൊരു മനുഷ്യനാണ്. തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അങ്ങനെയുള്ള ഫിറോസ് ഖാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? കൂടെ നിൽക്കുന്നവർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? സോ ഇനിയൊരു മാരിറ്റൽ ലൈഫ് ഒക്കെ ഉണ്ടാവുമോ ജീവിതത്തിൽ? പണ്ടൊക്കെ നമ്മൾ കുറച്ച് മുതിർന്നവർ അല്ലെങ്കിൽ കൊട്ടേഷൻ ഗ്യാങ്ങിനെയൊക്കെ പേടിച്ചിരുന്നൊരു കാലമുണ്ട്. ഇപ്പോൾ 2K കിഡ്സ് എന്ന് കേട്ടാലേ പേടിയാണ്. മൃഗങ്ങൾക്കില്ലാത്ത ഒന്ന് മനുഷ്യനുണ്ട്, വിവേകം. ഈ MDM പോലെയുള്ള സിന്തറ്റിക് ഉപയോഗിക്കുന്നതോടെ ഈ വിവേകം ഇല്ലാതാവുകയാണ്. അമ്മയെ തിരിച്ചറിയില്ല, പെങ്ങളെ തിരിച്ചറിയില്ല, അച്ഛനെ അറിയില്ല. എല്ലാ ദിവസവും മൾട്ടിപ്പിൾ ന്യൂസാണ് ഇതിനെക്കുറിച്ച് വരുന്നത്. സിനിമകൾ കാണിക്കുന്ന എല്ലാം കെട്ടുകഥകളല്ല. ലൂസിഫറിനകത്തൊരു കഥ പറയുന്നുണ്ട്, രാഷ്ട്രീയക്കാരെ വിലക്കെടുക്കുന്ന ഡ്രഗ് മാഫിയ ഉണ്ടെന്നുള്ളൊരു സാധനം പറയുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് വന്നൊരു ന്യൂസിൽ 25,000 കോടി രൂപയുടെ ഡ്രഗ്സാണ് ഇവിടെ എവറി ഇയർ ഒഴുകിക്കൊണ്ട്. 25,000 കോടി രൂപയുടെ. ചില നടന്മാർ ഇതേപോലെ ഗേൾസിനെ പരിചയപ്പെട്ടിട്ട് അവർക്ക് എമ്മ കൊടുക്കുകയും അവരെ ഫിസിക്കലി യൂസ് ചെയ്യും, അവരെ അടുത്ത ലേഡീസിനെ കൊണ്ടുവരും. ഇതൊരു ഗ്യാങ് പോലെ നടക്കുന്ന ഒരു സംഭവമുണ്ട്. ഇത് സിനിമാ മേഖലയിൽ മാത്രമല്ല, IT മേഖലയിലുണ്ട്, മെഡിക്കൽ ഫീൽഡിലുണ്ട്. ഇവിടെ അത്യാവശ്യം പണച്ചാക്കളായിട്ടുള്ള പയ്യന്മാർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അവർ ഈ സാധനം ഇവർക്ക് ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യും. അവർക്ക് വേണ്ടത് തിരിച്ച് ഫിസിക്കൽ റിലേഷനാണ്. അതുവരെ കൊടുക്കുകയും ചെയ്യും. ഫിസിക്കലിനൊന്നും യാതൊരു വാല്യൂ ഇല്ല ഇവിടെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൂരത ചെയ്യുന്ന നായകന്മാരാണ്. എന്നിട്ട് ഈ ക്രൂരതയെ ഗ്ലോറിഫൈ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അത് കാണണം. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണെന്ന് അറിയാം അതിൽ കൊല ചെയ്യുന്നത്. വായൊക്കെ ഇങ്ങനെ വലിച്ച് ഇരുത്താലയൊക്കെ അടിച്ച് ഭയങ്കര രസകരം, ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇവർ ഞെട്ടി മോളെ അതൊരു കൊലയില്ല, അതങ്ങനെ ബ്യൂട്ടിഫുള്ളാവുന്നു. അല്ലാതെ നമ്മൾ കാണണം, ഭയങ്കര രസകരമാണ്. ഇതിലെ നടനായ ഉണ്ണിമുകുന്ദൻ തന്നെ ഒരു പിഞ്ചു കുഞ്ഞ് ഇങ്ങനെ കട്ടിലിരുന്നെങ്ങാണ്ട് വീഡിയോ കാണുകയും മൂവി കാണുകയാണ്. അത് ഉണ്ണിമുകുന്ദൻ സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്തു. പിന്നീട് അത് റിമൂവ് ചെയ്തു. മാത്രമല്ല ഈ സിനിമേനെ ബാൻ ചെയ്യുകയും ചെയ്തു. സോ നമ്മുടെ സെൻസർ ബോർഡൊക്കെ എന്തിനാണ് ഇരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? ഇന്നത്തെ പ്രണയം എന്ന് പറയുന്നത് പ്രണയം എന്നല്ല, ഇന്നത്തെ കാമം എന്നാണ്. കാമത്തെ പ്രണയം എന്നാണ് ഇപ്പം പറയുന്നത്. ഞാൻ സ്കൂൾ തലത്തിലൊക്കെ പ്രണയിക്കുന്ന സമയങ്ങളിൽ എനിക്ക് പറയാൻ പേടിയാണ്. പ്രണയം എന്നുള്ളത് ആ കുട്ടിയോട് ചെന്ന് പറയാൻ പേടിയാണ്. ഒരു നോട്ടം എന്നെ നോക്കിയാൽ അന്ന് അത് മതി. ഇപ്പോഴത്തെ ഒരു പാട്ട് നിങ്ങളെടുത്ത് നോക്ക്, ഒരു സോങ് എടുത്താൽ കൊച്ചിക്കായ കെട്ടിയാൽ പോലും എന്താണ് കിറുക്കന്മാർക്ക് തന്നെ കിട്ടൂല. പണ്ടത്തെ പാട്ടുകളിൽ പോലും ഒരു എന്താണ് വളരെ ലവബിളായിട്ടുള്ള വേർഡ്സുകളാണ്. This video is powered by Eshma Designer Studio. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ഫെയിം സ്റ്റെപ്സ്. ഞാൻ നിങ്ങളുടെ ഷാലു. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഒരു ഫ്രീക്കനാണെന്ന് തന്നെ പറയാം. ഞാനിപ്പോൾ ഹെയർ കളറൊക്കെ ചെയ്തേക്കുന്ന പുള്ളി ഇൻസ്പയർ ചെയ്തിട്ട് തന്നെയാണെന്ന് പറയാം. ഹീസ് ആൻ ആക്ടർ ആൻഡ് ആങ്കർ. അതുമാത്രമല്ല പുള്ളി നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തി കൂടിയാണ്. ആൻഡ് ബിഗ് ബോസ് സീസൺ 3 കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു. സോ ലെറ്റ്സ് വെൽക്കം ഫിറോസ് ഖാൻ. താങ്ക് യു. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ പ്രൊജക്ട് വർക്കൊക്കെ എന്താണ്? ഇപ്പോൾ ഒരു 2 സിനിമ റിലീസാവാനുണ്ട്. അതിൽ ഷൈൻ ടോമും ശ്രീനാഥ് ബാസിയൊക്കെ ആയിട്ടുള്ള തേരി മേരി എന്ന് പറഞ്ഞൊരു സിനിമ, പിന്നെ ഷൈൻ്റെ തന്നെ ഹീറോ ആയിട്ടുള്ള മറ്റൊരു സിനിമ. അതിൽ ഒന്നിൽ ഒരു പാട്ട് സീക്വൻസ് ഹിന്ദി സോങ് ആയിരുന്നു, അതിൽ ചെയ്തു. ഒന്നിൽ നായികയുടെ ബ്രദറായിട്ട് ചെയ്തു. എൻ്റെ ഡബ്ബിങ്ങും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. അത് ഉടനെ റിലീസുണ്ട്. പിന്നെ പഞ്ചാഗ്നി എന്ന് പറഞ്ഞൊരു സീരിയലിൽ പോകുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ കോളേജ് ആങ്കറിങ് പരിപാടി, ഡാൻസ്, ഫാഷൻ ഷോ ഒക്കെ ആയിട്ട് തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട്. അടിപൊളി. ഇപ്പം കാണുന്നില്ല നമ്മുടെ സൊസൈറ്റീൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത്. ഇപ്പം ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഷോക്കായിട്ടിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ പേടിയാണ്. പക്ഷേ ഇപ്പോഴത്തെ യൂത്തിന് അതൊന്നൊരു ഇതായിട്ട് തോന്നുന്നില്ല. സോ ഈ ഒരു 2K കിഡ്സിൻ്റെ മാറ്റത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ശരിക്കും ഇതിപ്പോൾ എന്താ ഒരു സീജൻ അല്ലെങ്കിൽ സി ജനറേഷൻ, സെഡ് ജനറേഷൻ എന്നാണ് അതിന് മറ്റൊരു ഇതിൽ, അല്ലെങ്കിൽ ആൽഫ എന്ന് പറയുന്നത്. അപ്പം ഈ ജനറേഷൻ്റെ ഒരു പോക്ക് എന്ന് പറയുന്നത് ശരിക്കും സിന്തറ്റിക്കിൻ്റെ ലോകത്തോടുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഓരോ ദിവസവും വളരെ ഡെമോണിക്കായിട്ടുള്ള ഒരു ആക്റ്റാണ് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ ഈ കുറച്ച് മുതിർന്നവർ അല്ലെങ്കിൽ കൊട്ടേഷൻ ഗ്യാങ്ങിനെയൊക്കെ പേടിച്ചിരുന്നൊരു കാലമുണ്ട്. ഇപ്പോൾ 2K കിഡ്സ് എന്ന് കേട്ടാലേ പേടിയാണ്. അല്ലെങ്കിൽ ഇത്തരം ഈ ജെന്നെന്ന് കേൾക്കുമ്പോഴേ പേടിയാണ്. കാരണം ഇവർ ഏത് രീതിയിൽ പെരുമാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, മൃഗങ്ങൾക്കില്ലാത്ത ഒന്ന് മനുഷ്യനുണ്ട്, വിവേകം. ബാക്കി എല്ലാ കാര്യത്തിലും ഒരുപോലെയാണ്. അവർ ഭക്ഷിക്കുന്നു, ഭോഗിക്കുന്നു, അവർ ബാക്കി കാര്യങ്ങൾ അത് കണക്ക് തന്നെ മനുഷ്യരും. ഈ വികാരങ്ങളെല്ലാം അവർക്കുണ്ട്, നമുക്കുണ്ട്. പക്ഷേ തിരിച്ചറിവ്, ഈ സാധനം മനുഷ്യർക്കേ ഉള്ളൂ.
ഈ MDM പോലെയുള്ള സിന്തറ്റിക് ഉപയോഗിക്കുന്നതോടെ ഈ വിവേകം ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 12 വയസ്സും അല്ലെങ്കിൽ അതിന് മേലുള്ള വയസ്സുള്ളവരൊക്കെ നമ്മൾ കാണുന്നത്, കൊച്ചുകുട്ടികളാണ് കാണുന്നത്. ഇവർ വളരെ ഡെമോണിക്കായിട്ട് വീട്ടുകളിൽ പോലും പെരുമാറണം. അമ്മയെ തിരിച്ചറിയില്ല, പെങ്ങളെ തിരിച്ചറിയില്ല, അച്ഛനെ അറിയില്ല. എല്ലാ ദിവസവും മൾട്ടിപ്പിൾ ന്യൂസാണ് ഇതിനെക്കുറിച്ച് വരുന്നത്. വീട്ടിൽ അമ്മയെ അടിക്കുന്നു, വെട്ടിക്കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, പെങ്ങളെ തിരിച്ചറിയില്ല. ഇങ്ങനെ ഇപ്പോൾ ഈ കാണുന്ന ന്യൂസിലേറെ പുറത്ത് വിടാത്ത എത്രയോ ന്യൂസുകൾ കാണും. നമ്മൾ കാണുന്നത് മാത്രമായിരിക്കില്ലല്ലോ. ചിലർ വീട്ടിൽ അഭിമാനം ഓർത്ത് പുറത്ത് വിടാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു തലമുറ കംപ്ലീറ്റ് സിന്തറ്റിക്കിൻ്റെ പിടിയിലാണ്. പിന്നെ ഇതിൽ ഒരു പരിധി വരെ നമ്മുടെ ഈ ലിവിങ് ഏരിയ ഉണ്ടല്ലോ, അത് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ലിവിങ് എൻവയൺമെൻറ്റ് നമ്മളിപ്പം ഒരു 3 വയസ്സ് മുതൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറുപ്രായങ്ങളിൽ നമ്മൾ പുറത്ത് പോയി കളിക്കുന്ന ഒരിതാണ്, പുറത്ത് പോയി ഗെയിം അല്ല കൂട്ടുകാരുകൾ ആയിട്ട് കളിക്കും. ഇപ്പോൾ എല്ലാം മൊബൈലിലാണല്ലോ. അപ്പോൾ ഈ മൊബൈലിലുള്ളൊരു ഗെയിമിൽ തുടങ്ങാം. നമുക്ക് മൊബൈലിൽ ഗെയിം കളിക്കുന്നതെന്ന് പറഞ്ഞാൽ കൗണ്ടർ സ്ട്രൈക്ക് ഗെയിമുകളാണ് എല്ലാവരും. അതായത് മറ്റ് വരുന്നവരെയൊക്കെ എനിമീസായിട്ടാണ് കാണുന്നത്. ഇവരെങ്ങനെ കൊല്ലാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ രസം ഓരോ PUBG പോലെയുള്ള ഓരോ ഗെയിമുകളിലും, ഏത് ഗെയിം നിങ്ങളെടുത്തോ, ഓരോ ഗെയിമിലും ഇതിനകത്ത് ഉപയോഗിക്കുന്ന വെപ്പൺസിന് കുറച്ച് സ്റ്റേജ് കഴിയുമ്പോൾ ഇതിൽ അഡിക്റ്റ് ആകുമ്പോഴത്തേക്ക് ഇത് ബൈ ചെയ്യണം. നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട വെപ്പൺസ് ഉണ്ട്, ഡ്രസ്സുകളുണ്ട്. ഈ ക്യാഷ് പിള്ളേർ വീട്ടിൽ നിന്ന് ഇതിനൊന്നും പേരൻസ് ഗെയിമിന് വേണ്ടി പൈസ കൊടുക്കില്ല. അത് ആയിരങ്ങളും ലക്ഷം വരെ എത്തി നിൽക്കുന്ന വെപ്പൺസ് ഉണ്ട്. ഇതിന് ഇവർ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തുടങ്ങുന്ന ഇവരുടെ ഇത്തരം ഒരു മൈൻഡിൻ്റെ മാറ്റം തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇവർ അവിടെ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു കരുണയോ ഒന്നും ഇവരുടെ മനസ്സിലോ ഒന്ന് തൊട്ട് തീണ്ടിട്ട് പോലുമില്ല. മനസ്സിലായി? ഇവർക്ക് കംപ്ലീറ്റ് കൊല്ലുക. അത് എത്രയും നമ്മളിപ്പോൾ ബ്രൂട്ടൽ എന്ന് പറയുന്ന വേർഡല്ല അവർക്ക് ബ്യൂട്ടിഫുള്ളായി കൊല്ലുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണം, ഞാനിപ്പോൾ ഒരു ചാനലിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഷോ ഉണ്ട്, ആങ്കർ ചെയ്യുന്ന. അപ്പോൾ അവിടെ കോളേജ് ഓറിയൻറ്റഡ് ഷോ ആണ്. അപ്പോൾ ആ ഷോയിൽ ചെന്നപ്പോൾ അവിടുത്തെ പ്രൊഫസർ, ഒരു ലേഡി എൻ്റെ അടുത്ത് പറയുകയാണ്, ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ പുതിയ ന്യൂസിലേക്കുള്ള കാര്യങ്ങൾ നമ്മളവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഫിറോസ്, എൻ്റെ മോള് വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്, അവൾ 10th പഠിക്കുന്നത്. പക്ഷേ അവളുടെ ഒരു വാക്ക് കേട്ടിട്ട് ഈ അടുത്തിടയ്ക്ക് എനിക്ക് ഭയങ്കര ഷോക്കായെന്നാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അമ്മ, ഈ കുട്ടി അമ്മയുടെ അടുത്ത് പറയുകയാണ്, ഇവരുടെ അടുത്ത് പറയുകയാണ്, അമ്മ, മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അമ്മ അത് കാണണം അമ്മ, എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണെന്ന് അറിയാം അതിൽ കൊല ചെയ്യുന്നത്, വായൊക്കെ ഇങ്ങനെ വലിച്ച് ഇർത്താലയൊക്കെ അടിച്ച് ഭയങ്കര രസകരം, ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇവർ ഞെട്ടി വന്നു, മോളെ അതൊരു കൊലയില്ല, അതങ്ങനെ ബ്യൂട്ടിഫുള്ളാവുന്നു, അല്ല അത് നമ്മൾ കാണണം, ഭയങ്കര രസകരമാണ്. അപ്പോൾ പിള്ളേരുടെ മനസ്സിൽ ഈ പണ്ടൊക്കെ നമ്മൾ ഒരു ചെറിയ ബ്ലഡ് കണ്ടാൽ പോലും പേടിയായിരുന്നു, അതിനകത്ത് വേറെ തരത്തിലാണ് നമ്മൾ സംബോധന ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ ഇതിനെയൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവരുടെ മനസ്സിലപ്പോൾ അങ്ങനെയാണ് ഇതിനെ വരച്ച് കാണുക. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഓരോ കൊല, ഇപ്പം തന്നെ ഒരു പയ്യൻ ഹാമർ വെച്ചിട്ട് വീട്ടുകാരെ മൊത്തം അടിച്ച് അത് എന്നിട്ട് ഒരു കൂസലില്ലാതെ നിൽക്കുകയാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ മനസ്സിൽ ഇതിനെ പോർട്രേറ്റ് ചെയ്യപ്പെടുന്നത്. മനസ്സിലായി? അപ്പോൾ ഇവിടുത്തെ ലിവിങ് എൻവയൺമെൻറ്റ് മൊത്തത്തിൽ മാറേണ്ടുള്ള സമയം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഡെയിലി കാണുന്ന ന്യൂസിൽ വരുന്നതെന്ന് പറയുന്നത് ഈ മെത്ത് പോലെയുള്ള സിന്തറ്റിക് പോലെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ കഞ്ചാവ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഇത് സാധനങ്ങൾ പിന്നെ ഉപയോഗിക്കുക, അതായത് വിക്ടിംസിനെയാണ് ഇവർ കൊണ്ടുവന്ന് ഇപ്പം ന്യൂസിലും അല്ലെങ്കിൽ ഇവർ പിടിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത് വിക്ടിംസിനെയാണ്. ആക്ച്വലി നമ്മൾ അതാണോ ചെയ്യേണ്ടത്? വിക്ടിംസിനെ ഓക്കെ പിടിക്കണ്ടെന്നല്ല, പക്ഷേ അതാണ് ഇവിടുത്തെ വലിയ ന്യൂസ്. നേരെ മറിച്ച് നമ്മൾ ഇതിൻ്റെ റൂട്ട് കോസിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഇത് എവിടെ നിന്നാണോ ഈ സാധനം തുടങ്ങുന്നത് അവിടെ ബ്രേക്ക് ചെയ്യാനുള്ള യാത്രയായിരിക്കണം ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഒരു ബെസ്റ്റ് ഫോഴ്സാണ് പോലീസ് ഫോഴ്സ് കേരളത്തിലുള്ളത്. ഏറ്റവും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സാണ് നമ്മുടെ കേരളത്തിലെ പോലീസ് ഫോഴ്സ്. അവർക്ക് ഒരു പക്ഷേ എല്ലാവരും കൂടി ഒരു കെട്ടായി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ എപ്പോഴും ഇവിടെ നിന്ന് ഇല്ലാതാക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് അവർക്കും അവരുടെ മുകളിലിരിക്കുന്നവരുടെ ചില ഇടപെടലുകൾ ഉണ്ടാകാം, പൊളിറ്റീഷ്യൻസിൻ്റെ. അവരാണല്ലോ ഇവിടുത്തെ രാജാക്കന്മാർ. അപ്പോൾ അവരുടെ ഇടപെടൽ എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഒരു സിനിമയിൽ, ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റായ വലിയൊരു സിനിമയാണ് ലൂസിഫർ. ലൂസിഫറിനകത്തൊരു കഥ പറയുന്നുണ്ട്, രാഷ്ട്രീയക്കാരെ വിലക്കെടുക്കുന്ന ഡ്രഗ് മാഫിയ ഉണ്ടെന്നുള്ളൊരു സാധനം പറയുന്നുണ്ട്. അതൊക്കെ ഈ സിനിമകൾ കാണിക്കുന്ന എല്ലാം കെട്ടുകഥകളല്ല. മനസ്സിലായി? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഡ്രഗ് മാഫിയ, അപ്പോൾ ഈ നമ്മുടെ രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കുന്നു. ഓരോ ഇലക്ഷൻ വരുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്നായിരിക്കും ഒരു പക്ഷേ പൈസ. അന്ന് നമ്മൾ എന്തുകൊണ്ടാണ് അതിലേക്ക് നമ്മൾ എത്തുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല ഫോഴ്സ് ഉണ്ടായിട്ട് ഇവിടെ ഈ സാധനം ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് വന്നൊരു ന്യൂസിൽ 25,000 കോടി രൂപയുടെ ഡ്രഗ്സാണ് ഇവിടെ എവറി ഇയർ ഒഴുകിക്കൊണ്ട്. 25,000 കോടി രൂപയുടെ
MDMA മാത്രം ഈ നമ്മുടെ പിന്നെ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുക എന്നുള്ള ന്യൂസ് വന്നത്. അപ്പോൾ ഇതൊന്നും അറിയുന്നില്ലേ? ജസ്റ്റ് ഒരു ഹെൽമറ്റ് വെക്കാതെ പോകുന്നതിന് പിടിച്ച് പിഴ കൊടുക്കുന്ന ആ ഒരു ഇതെന്താണ് ഇതിന് കാണിക്കാത്തത്? മനസ്സിലായി. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇവിടെ ഇല്ലാതാക്കാം ശക്തമായി. ഇത് പോലീസുകാർ വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ അവർക്കുള്ള അനുമതി നിയമപാലകർ കൂടി, നിയമപാലകരല്ല, ഈ രാഷ്ട്രീയക്കാർ കൂടി അതിന് പിന്തുണ നൽകണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. പിന്നെ ഇതെല്ലാം പറയുന്ന കൂട്ടത്തിൽ തന്നെ പറയാം, നമുക്ക് കുട്ടികൾ ആയിരിക്കെ തന്നെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കേണ്ട കാര്യം, വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും. കാരണം ശരിക്കും ഒരു കുട്ടി ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അവരെ പ്രൊഡക്ടിവിറ്റീവായിട്ടുള്ള ഏറ്റവും ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂള്, അല്ലെങ്കിൽ സ്കൂളോ കോളേജോ ആയിക്കോട്ടെ. അവിടെ രാവിലെ പോകുന്ന അവർ വൈകിട്ടാണ് വരുന്നത്. അത്രയും സമയം സ്കൂൾ ടീച്ചേഴ്സിനോടൊപ്പമാണ് അവർ നിൽക്കുന്നത്. അപ്പം ടീച്ചേഴ്സും മാതാപിതാക്കളും വിചാരിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ഇവരെ പൊളൈറ്റായിട്ട് എങ്ങനെ പെരുമാറാമെന്ന് പഠിപ്പിക്കും. പുസ്തകങ്ങളുള്ളത് മാത്രം പഠിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ വന്നാൽ നീ പടി എന്ന് പറഞ്ഞ് പ്രഷർ ചെയ്ത് അത് വേണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ അതിനേക്കാൾ വലുതാണ് ക്വാളിറ്റിയായ ഒരു വ്യക്തി ഉണ്ടാക്കുക എന്നുള്ളത്, ഇല്ലേ? വിദ്യാഭ്യാസത്തിനേക്കാൾ ഞാൻ നോക്കിക്കാണുന്നത് വിദ്യാഭ്യാസം ഒരു പരിധിവരെ വേണം, പക്ഷെ അതിനേക്കാൾ വലുത് ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ നമ്മൾ സമൂഹത്തിന് എടുത്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞു, പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി വളർത്തണമെന്നുള്ളത്. സോ പണ്ട് കാലത്തൊക്കെയാണ് നമ്മൾ ഒരുപാട് അടിച്ചും ശാസിച്ചും വളർത്തിയ പാരൻറ്റിങ് ആയിരുന്നു. ഇപ്പോഴത്തെ പാരൻസിനാണ് കുട്ടികളെ നോക്കാൻ നേരമില്ല, ഫുൾ ടൈം മൊബൈൽ വേൾഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫിറോസ് ഖാൻ എന്ന പാരൻറ്റിന് ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, കുട്ടികളെ പണ്ട് വളർത്തിയ പോലെ വളർത്തണോ, അല്ലാന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ വളർത്തണം? എന്താണ് തോന്നുന്നത്? അടിച്ചു വളർത്തുന്ന അതിലുപരി അവർ സ്നേഹം തരും, ഒരു കെയറുണ്ട്. ഈ അടിയിൽ പോലും ലാളനെയും സ്നേഹത്തോടെയാണ് അടിക്കുന്നത്. പിന്നെ അന്നത്തെ കാലത്ത് കൂടുതലും ശ്രദ്ധിച്ചാൽ അറിയാം, ഇന്നത്തെ പോലെയല്ല. അന്ന് ഇപ്പോൾ എൻ്റെ മോനും വീട്ടുജോലി വീട്ടിൽ തന്നെയായിരുന്നു. മനസ്സിലായി. അപ്പോൾ അവർ കൂടുതൽ സമയം നമ്മളടുത്ത് ചിലവഴിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അച്ഛനായാലും ഇപ്പോൾ ഫാദറായാലും രാവിലെ പോയിട്ട് വൈകിട്ട് വന്നാലും നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്യും. അപ്പം നമ്മുടെ കാര്യങ്ങൾ കേൾക്കാൻ അവർ ചെവി തരും. സ്നേഹത്തോടെ അല്ലെങ്കിൽ ലാളനയോടെയാണ് നമ്മളോട് പെരുമാറുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു ഭയങ്കര രസകരമായിട്ടൊരു സാധനം എന്ന് പറഞ്ഞാൽ, അവർ നമ്മളെക്കാൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു ചെറിയ ഇൻസിഡൻ്റാണ്. ഒരു പക്ഷേ അത് കോമഡി പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ എനിക്കത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പോയിൻ്റായിട്ട് കിട്ടിയൊരു സാധനമാണ്. ഭയങ്കര ഇൻസ്പയർ ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ സ്കൂൾ തലങ്ങളിൽ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരാളായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3 സ്കൂളിൽ മാറി ചേർന്നു. 3ാമത്തെ സ്കൂളിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ കലയുമായിട്ട് ഫുൾ ടൈം കലയാണ്. അങ്ങനെ പഠിത്തത്തിൽ നല്ല രീതിയിൽ ഉഴപ്പി. 10ാം ക്ലാസ്സിൽ ആദ്യം തോറ്റു. അപ്പോൾ ഈ തോറ്റ സമയത്ത് ഞാൻ ആകെ ഡെസ്പായിട്ട് ഇരിക്കുന്ന സമയം, അപ്പം എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം ജയിച്ചിട്ട് അവർക്ക് വീട്ടിൽ നിന്ന് അത് വാങ്ങി കൊടുക്കുന്നു, സൈക്കിൾ, എല്ലാ സാധനങ്ങളും വാങ്ങി. അപ്പം ഞാനിങ്ങനെ ഡെസ്പായിട്ടിരിക്കുക. അപ്പം സാധാരണ ഇങ്ങനെ തോറ്റിട്ട് ചെല്ലുമ്പോൾ ഒരു പേരൻറ്റ് എന്താ ചെയ്തത്? അവർ ശാസിക്കുകയും അടിക്കുകയും ചെയ്യും. പക്ഷേ എൻ്റെ ഫാദർ എനിക്ക് ചെയ്തത്, പോട്ടറ നിനക്ക് ആ സൈക്കിൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ജയിച്ചാൽ അത് ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സൈക്കിൾ വാങ്ങി തന്നു. അങ്ങനെ ആ നാട്ടുകാർ ഉൾപ്പെടെ പല ഫ്രണ്ട്സും എന്നെ കളിക്ക് തോറ്റതിന് സൈക്കിൾ വാങ്ങിക്കൊടുക്കുന്നു. പക്ഷേ അന്ന് ആ സൈക്കിള് മേടിച്ച് തന്നത് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു. പക്ഷേ എന്നാലും എൻ്റെ ഉള്ളിൽ കുറ്റബോധം ഭയങ്കരമായിട്ടാണ്. അങ്ങനെ പിന്നെ എഴുതിയിട്ടാണ് ഞാൻ ജയിച്ചത്, അത് പിന്നെ തട്ടതാണ്. പക്ഷേ ആ തോൽവിയിൽ പോലും അവർ എന്നെ ട്രീറ്റ് ചെയ്ത ഒരു രീതി, അതെനിക്ക് ഇന്ന് ഞാനത് പറയണമെങ്കിൽ എനിക്കത് എൻ്റെ ഫാദറിന് വേറെ ഒന്നും തന്നെ എനിക്ക് ചെയ്തില്ലെങ്കിൽ, എനിക്ക് ഒന്നും ചെയ്തില്ലെന്നല്ല അർത്ഥം, ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ ഒരു കാര്യം എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ബഹുമാനത്തോടെ, എനിക്ക് ദൈവമായിട്ടൊക്കെ കാണുന്ന എൻ്റെ ഫാദറിനെയൊക്കെയാണ്, എനിക്കിപ്പോഴും അത് ഒരു വല്ലാത്ത എന്നെ ഇൻസ്പയർ ചെയ്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെ കിട്ടിയത് കൊണ്ട് തന്നെ നമുക്കറിയാം എങ്ങനെയാണ് സ്നേഹം ഒരാളിൽ എങ്ങനെയാണ് ഉളവാക്കുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പേരൻസിന് മക്കളോടൊത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത് മനഃപൂർവ്വമായിരിക്കില്ല. കാരണം ഇപ്പോൾ എല്ലാവരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ അവരുടെ ജോലി കഴിഞ്ഞ് വന്ന് അവർ ടയർഡാവും. പിന്നെ ഈ പറഞ്ഞതുപോലെ മൊബൈൽ എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. ഒരു ഇൻസ്റ്റ തുറന്ന് ഒന്ന് സ്കൂളിൽ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും, മണിക്കൂറുകളിൽ പോകുന്ന പോലും അറിയില്ല. അപ്പോൾ ഇവർ ശ്രദ്ധിക്കാൻ സമയമില്ല. ശരിക്കും ഇവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ കുറേയൊക്കെ പരിഹരിക്കാൻ പറ്റും. പിന്നെ സ്നേഹത്തെ എല്ലാം അങ്ങ് അടിക്കുകയും ശ്വാസിക്കുകയും ഒന്നും ചെയ്യണമെന്നില്ല, വളരെ സ്നേഹത്തോടെ ഇവരെടുത്ത് പെരുമാറുക എന്നുള്ളത്. ഇപ്പം എൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, ഞാനും അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാനും സജനമായിട്ടുള്ള ബ്രേക്കപ്പും കാര്യങ്ങളും. പക്ഷേ ഇന്നും ഞങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് ഞങ്ങൾ രണ്ടും അവൈലബിളാണ്. എന്നും അവരുമായിട്ട് നമ്മൾ, ഇപ്പം ഞാനിപ്പോൾ എറണാകുളത്താണെങ്കിൽ പോലും വർക്ക് സമയത്ത് വീഡിയോ കോൾ അവർക്കായി ഒരു ടൈം മാറ്റി വയ്ക്കുകയും അവർക്ക് ഏത് സമയത്ത് വിളിച്ചാലും നമ്മൾ അവൈലബിളാണ്. മനസ്സിലായി. അപ്പോൾ സാധാരണ ഡിവോഴ്സായ 2 പേരെ കണക്കല്ല ഞങ്ങൾ കുട്ടികളെടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു മിസ്സിങ് ഒരിക്കലും ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും അതുപോലെ തന്നെ ഇപ്പം ഇളയ മോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ
അവന് ഒരു മിഠായി കിട്ടിക്കഴിഞ്ഞാൽ ഒരു മിഠായി മേടിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്ത പപ്പ എനിക്ക് വീണ്ടും മിഠായി മേടിക്കും. എന്തിനാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? അപ്പം ബാക്കിയുള്ള സുഹൃത്തുക്കൾക്ക് പോലും ഒരു സാധനം കിട്ടി അതിന് കൊടുക്കണം. കൊടുക്കുമ്പോഴാണ് അവൻ അത് കഴിക്കുന്ന തൃപ്തി കണ്ടെത്തുന്നത്. മനസ്സിലായി? അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ കുട്ടികളെടുത്ത് സ്നേഹം എന്താണെന്നും സമൂഹത്തോട് എങ്ങനെ പെരുമാറണമെന്നും മറ്റൊരാളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. മറ്റൊരു വ്യക്തിയെ, ഹ്യൂമനെ കൂടെ നമ്മൾ സെൽഫിഷ്ഡ് അല്ലാതെ വളർത്തുന്നിടത്താണ് വിജയം. മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കാൻ പഠിക്കണം. ഒരാളോടത്ത് എങ്ങനെ പെരുമാറാം. അപ്പം ബിഗ് ബോസിൽ പോയി ഞാൻ പെരുമാറുന്നത് ആ ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. മനസ്സിലായോ? എൻ്റെ ലൈഫിൽ, എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനത്തെ ആളെ കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. ഞാൻ ഒരു കുറ്റകൃത്യം കണ്ടാൽ ഞാൻ വാതുറക്കുന്ന ആളാണ്. പക്ഷേ എന്ന് കരുതി എൻ്റെ ചുറ്റും നിൽക്കുന്നവരടുത്തെല്ലാം ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരാളല്ല. ഞാൻ വളരെ പൊളൈറ്റായിട്ടാണ് ഓരോ വ്യക്തികളെടുത്തും ഞാൻ പെരുമാറുന്നത്. അത് എന്നോട് സഹായിക്കുന്ന ഓരോ വ്യക്തികളോട് ചോദിച്ചാൽ മതി. ഒരിക്കലും എനിക്ക് ദേഷ്യത്തോട് ഒരാളടുത്ത് പെരുമാറാൻ പറ്റില്ല. മനസ്സിലായി? അപ്പം ഞാൻ പറയുന്നത് അത് പൊളൈറ്റായിട്ട് എങ്ങനെ പെരുമാറാൻ പഠിക്കുന്നിടത്താണ്, മറ്റൊരാളെ സ്നേഹിക്കുന്നിടത്താണ്, മറ്റൊരാൾക്ക് ബഹുമാനം കൊടുക്കുക. ഒരു ദിവസം മൂത്ത ഒരാളാണെങ്കിൽ പോലും നമ്മൾ ചേട്ടാന്നോ അണ്ണാന്നോ, അതിനകത്ത് സ്നേഹവും ആ ബഹുമാനം കൊടുക്കുന്നിടത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. മനസ്സിലായി? ഇന്ന് എത്ര വയസ്സ് മൂത്താലും ഇടാപെടാന്ന് വിളിച്ചിട്ടാണ് പലരും സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത് പഴയ തലമുറയിൽ എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിപ്പോൾ പോയി അത് വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും പഠിപ്പിക്കണം. പണ്ട് ടീച്ചേഴ്സ് അടിച്ചാൽ പോലും അതിലൊരു കരുതലുണ്ട്. എന്നെയൊക്കെ നല്ല അടി കിട്ടിയിട്ടുള്ളതാണ്. പക്ഷേ ആ ടീച്ചേഴ്സിനടുത്ത് എനിക്കിപ്പോഴും ബഹുമാനമാണുള്ളത്. മനസ്സിലായി? കാരണം എന്താണ് കമ്പ് എന്നെടുത്ത് കളഞ്ഞോ അന്ന് മുതലാണ് ഈ പ്രശ്നം ഉണ്ട് എന്നുള്ളത് കാര്യം പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും വേറൊരു കാര്യം പറയാം. ഈ വടി തിരിച്ച് ടീച്ചേഴ്സിൻ്റെ എത്തിക്കണം എന്ന് പറയുമ്പോൾ പോലും ഒരു കാര്യം, 2 ആഴ്ചയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വന്നൊരു ന്യൂസാണ്. ഒരു LKG UKG പഠിക്കുന്ന ഒരു പയ്യൻ്റെ കാല് മൊത്തം അടിച്ച്, ന്യൂസ് വന്നതാണ്, അടിച്ച് ആ പാടുകളാണ് 2 കാലിലും മൃഗീയമായിട്ട് ദ്രോഹിച്ചിരിക്കുന്നത്. ഒരു മാർക്കോ സ്റ്റൈലിൽ അങ്ങനെ പറയാം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നോക്കിക്കാണേണ്ടത് അതിനൊരു ടീച്ചറായിട്ട് നമ്മൾ അതിനെങ്ങനെ ഒരു മാതാപിതാ ഗുരു ദൈവം എന്നാണ്. അതിനെങ്ങനെ ഗുരുവായിട്ട് നമ്മൾ കുരുന്നേ അതിന് പറയാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും ഗുരു എന്ന് പറയാൻ പറ്റത്തില്ല അത്. കാരണം അതെന്ന് പറഞ്ഞാൽ ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പഠിച്ച് ഡിസേർവ്ഡ് ആയിട്ടുള്ളവരാണ് ടീച്ചേഴ്സായിട്ട് വരുന്നത്. PSC എഴുതി അതുവഴിയൊക്കെ കയറുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കാശ് നല്ല രീതിയിൽ പണം ഉള്ളവന് കയറാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ പൈസ കൊടുത്ത് കയറുന്ന ടീച്ചർമാരാണ്. മനസ്സിലായി? അപ്പോൾ ഇവർ ഒരു പക്ഷേ ചിലപ്പം എന്തെങ്കിലും പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വീട് വിറ്റിട്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ടീച്ചറായിട്ട് ഈ ഗവൺമെൻറ് ജോലി വേണമെന്ന് പറഞ്ഞ് കയറുന്നത്. അപ്പം ഈ ക്യാഷിന് വേണ്ടി, ശമ്പളത്തിന് വേണ്ടിയിട്ട് ജോലി എടുക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അവർക്ക് ഒരിക്കലും ഒരു ഗുരു എങ്ങനെ പെരുമാറുന്ന രീതിയിലോ സ്നേഹത്തോട് പെരുമാറാൻ പറ്റത്തില്ല. അവർ അതുപോലെയുള്ള വീട്ടിലുള്ള വഴക്കുകൾ, പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഫ്രസ്ട്രേഷൻസ് കംപ്ലീറ്റ് വന്ന് തീർക്കുന്നത് കുട്ടികളുടെ ദേഹത്തായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കയ്യിൽ കമ്പെടുത്ത് കൊടുക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അത് ഒന്നുകൂടെ നോക്കണം. ഇതിന് യോഗ്യരായ ടീച്ചേഴ്സാണോ എന്നുള്ളത് നോക്കണം. മനസ്സിലായി? എന്നുള്ളത് നോക്കി അങ്ങനെയുള്ളവരെ നിയമിക്കാവും. കാരണം ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ നമ്മൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുകയാണ്. ലൈഫിലെ ഏറ്റവും നല്ല ടൈമാണ് അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വല്ലാതെ കുട്ടികളെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യമാണ്. മനസ്സിലായി? അപ്പോൾ മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, ഇവർക്ക് ഒരു കുട്ടിയെ മോൾഡ് ചെയ്തെടുക്കുന്നത് വളരെ വലിയ പങ്കാണ്. മനസ്സിലായി? അപ്പോൾ അവിടുന്ന് തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ സമൂഹം മൊത്തത്തിൽ എന്ത് രസകരമായിട്ട് പോകുന്നറിയാം. വളരെ ബ്യൂട്ടിഫുള്ളാണ്. പക്ഷെ ഇപ്പം നമുക്ക് എന്താണ് നേരെ ഓപ്പോസിറ്റായിട്ട് വരികയാണ്. അതിൽ ഈ പ്രധാനമായിട്ട് ഈ പറഞ്ഞതുപോലെ പേരൻസിന് അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരുടെ അടുത്തൊന്ന് സ്നേഹമായി വളരെ ഒരു 10% ആൾക്കാരേ ഉള്ളൂ അങ്ങനെയുള്ളത്. മനസ്സിലായോ? ഒരു സ്നേഹം കൊടുത്ത് വളർന്ന് അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള പിള്ളേരെയും കിട്ടും. ഈ ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് പഠിച്ച് വലിയ സ്ഥാനത്തെത്തി പണം ഉണ്ടാക്കുന്നത് മാത്രമല്ല ക്വാളിറ്റി. നല്ലവണ്ണം പെരുമാറുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇന്നത്തെ ഏറ്റവും വലിയ ഡിഗ്രി അതാണെന്നാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും നല്ലവണ്ണം പെരുമാറാൻ കഴിയുന്നതാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയും ഏറ്റവും വലിയ ഡിഗ്രി. ഇല്ലേ? അതെ. ഏറ്റവും നല്ലോണം പഠിച്ച പലരും, ഭയങ്കര രീതിയിൽ പഠിപ്പിച്ച പലരും ഇന്ന് മറ്റേ ഡ്രഗ്സിൻ്റെ ബയേഴ്സായിട്ടും കാരിയേഴ്സായിട്ടും ഉള്ള പല ഈ അടുത്തിടയ്ക്ക് വന്നിട്ട് ഒരു ഡോക്ടേഴ്സ് ഇതിൻ്റെ MDMA വിൽക്കുന്ന ഒരാളാണ്. സംഭവം ഡോക്ടറാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ പഠിപ്പിച്ചു അയാൾ, പക്ഷെ പഠിപ്പിക്കാൻ മറന്നൊരു നല്ലൊരു ക്വാളിറ്റി മാനായിട്ട് പഠിപ്പിച്ചില്ല, അങ്ങനെ വളർത്തിയില്ല. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഫിറോസ് ഖാൻ എന്ന വ്യക്തിയിലോട്ട് തിരിച്ചു വരാം. ഫിറോസ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഫ്രീക്കനാണ് എല്ലാവരും മുമ്പിലും. നല്ല രീതിയിൽ ഡ്രസ് ചെയ്യുന്നവരൊക്കെ ഫ്രീക്ക്. എന്റെ ചിന്താഗതികളൊക്കെ വേറെ അല്ലെ, നാട്ടിലത്തെ ചിന്താഗതിയാണ്, നമ്മുടെ സൊസൈറ്റിയുടെ ചിന്താഗതിയാണ് ഞാൻ പറയുന്നത്. മുടിയൊക്കെ കളർ ചെയ്ത് മീൻസ് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ നടക്കുന്ന ആളുകളെ ഫ്രീക്കന്മാരെന്നാണ് പറയുന്നത്. സോ അങ്ങനെയുള്ളവരെയാണ് പൊതുവെ ഇതുപോലെ ഡ്രഗ് യൂസ് ചെയ്യുന്നവരും കള്ളു കുടിച്ച് അങ്ങനെ പോകുന്നവരുമായിട്ട് നമ്മുടെ സൊസൈറ്റി കാണുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഫിറോസ് ഖാൻ എന്ന വ്യക്തി വളരെ നല്ലൊരു മനുഷ്യനാണ്. തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്, അല്ലേ? സോ
പിന്നെ ബന്ധങ്ങൾക്ക് വില കൂടി കൽപ്പിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഫിറോസ് ഖാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അത് മാത്രമല്ല, കൂടെ നിൽക്കുന്നവർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? ആദ്യമേ ഒറ്റപ്പെടൽ എന്ന് വിചാരിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ അഗാധമായി സ്നേഹിക്കുമ്പോൾ അവരിന്ന് സ്നേഹം കുറയുമ്പോഴാണ് ഞാൻ ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നൽ വരുന്നത്. അത് എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഉണ്ടാകും, പല സാഹചര്യങ്ങളായിട്ടുണ്ടാകും. അങ്ങനെ നമ്മൾ നോക്കും പല സ്ഥലത്തും നമുക്ക് ഒറ്റപ്പെടേണ്ടി വരും. അപ്പോൾ പോലും നമ്മൾ സ്നേഹിക്കുന്ന പേരൻസും ഉണ്ട്. പേരൻസ് ഒരിക്കലും നമ്മളെ തള്ളി പറയില്ല, ഒരിക്കലും. എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ പേരൻസ് ഒരിക്കലും ഒരു മൈനസ് പോലും എൻ്റെ അടുത്ത് പറയില്ല. അപ്പോൾ അവർ തള്ളി പറയാത്ത കാലത്തോളം നമ്മളങ്ങനെ ഒറ്റപ്പെട്ടെന്ന് പറയുന്നത് അങ്ങനെ വരില്ല. അല്ലാതെ വേറൊരർത്ഥത്തിലാണെങ്കിൽ എല്ലാ മനുഷ്യരും ഒറ്റപ്പെടുന്ന പല സാഹചര്യങ്ങളും വരും. അതിനെ അങ്ങനെ നോക്കിക്കാണുന്നത്. പിന്നെ ഫ്രീക്കൻ എന്ന് പറയുന്നത് ഇപ്പോൾ പണ്ടും ഇതേപോലെ സിനിമകളിൽ മുടി വളർത്തി നിന്ന ആൾക്കാർ, അപ്പോൾ വില്ലന്മാരെയൊക്കെ അങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്. അവർ കഞ്ചാവ് അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ ആൾക്കാരെന്നുള്ളത്. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കിയത് ഈ ആക്ട് ചെയ്യുന്നവരിൽ പോലും അങ്ങനെ കാണിക്കുന്നവരൊന്നും ഈ റിയൽ ലൈഫിൽ വളരെ നല്ലവരാണ്. നിങ്ങൾ നായകന്മാരായിട്ട് കാണുന്ന പലരും റിയൽ ലൈഫിൽ ഏറ്റവും കൊടും ക്രൂരന്മാരാണ്. മനസ്സിലായി? അതെ. അപ്പം നമുക്ക് ഒരാളെ വേഷവിധാനങ്ങൾ നോക്കി ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതെ, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുന്ന പോലെ. അതെ. അപ്പോൾ അത് ഓരോ വ്യക്തികളുടെ കാഴ്ച അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഈ അഗാധമായ ദൈവഭക്തി പോലെയാണ്. അറിവില്ലായ്മയിൽ വരുന്നൊരു സാധനമാണല്ലോ അഗാധമായ ദൈവഭക്തി. മനസ്സിലായോ? ആവശ്യത്തിന് ഭക്തി വേണം. ആവശ്യത്തിന് ഭക്തി നല്ലതാണ്. കാരണം എന്ന് പറയുന്നത് കുട്ടിക്കാലങ്ങളിൽ ഇപ്പം ഞാനൊക്കെ പഠിച്ചപ്പോൾ ഞാൻ പള്ളിയിലൊക്കെ പോയി എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. എനിക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഞാൻ പറഞ്ഞത് അവിടെ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. അപ്പം എല്ലാ മതങ്ങളിലും ഒരു ദൈവഭയം വേണം. മനസ്സിലായി? അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന തെറ്റ് കാണാൻ ഒരാളുണ്ട് എന്നൊരു തോന്നൽ വരും. അപ്പോൾ തെറ്റുകളിൽ നിന്ന് കുറച്ച് മാറി നിൽക്കാൻ പറ്റും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ കുറേ അന്ധവിശ്വാസങ്ങളൂടെ കയറി കുറേ നമ്മളെ ബ്രേക്ക് ചെയ്ത് കുറേ ചങ്ങലയിട്ട് പൂട്ടി, അപ്പോൾ ഇതങ്ങ് വെറുത്തു പോകും ആൾക്കാർ. മനസ്സിലായി? അതാണ് ഇവിടെ സംഭവിക്കുന്ന ദൈവം. പിന്നെ ഇത് നല്ലൊരു ബിസിനസ് കൂടെ അല്ലേ? ഏറ്റവും നല്ല ബിസിനസ്സിൽ 3 ബിസിനസ്സാണ് ലോകത്ത് ഏറ്റവും നല്ലതിൽ. ഒന്ന് രാഷ്ട്രീയം, 2 ഈ പിന്നെ നമ്മുടെ മതം, റിലീജിയൻ പോലെയുള്ള സാധനങ്ങൾ ഭയങ്കര ബിസിനസ്സാണ്. പിന്നെ ഒന്ന് നമുക്ക് ഒബ്വിയസ്ലി ഹോസ്പിറ്റൽ പോലെയുള്ള സാധനം, വിദ്യാഭ്യാസ മേഖല, ബിസിനസ് സ്ഥാപനങ്ങൾ, ഇതൊക്കെ. അപ്പൊ താങ്കൾ ഇടയിൽ മാർക്കോ മൂവിയെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ഒരു മാർക്കോ മൂവി എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? അത് മാത്രമല്ല, ഇതിലെ നടനായ ഉണ്ണിമുകുന്ദൻ തന്നെ ഒരു പിഞ്ചു കുഞ്ഞ് ഇങ്ങനെ കട്ടിലിരുന്ന് എങ്ങാണ്ട് വീഡിയോ കാണും, ഈ മൂവി കാണുകയാണ്, യാതൊരു ഇതും ഇല്ലാതെ ആ മൂവി കാണുകയാണ്. സോ അത് ഉണ്ണിമുകുന്ദൻ സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്തു. പിന്നീട് അത് റിമൂവ് ചെയ്തു. മാത്രമല്ല ഈ സിനിമേനെ ബാൻ ചെയ്യുകയും ചെയ്തു. സോ നമ്മുടെ സെൻസർ ബോർഡൊക്കെ എന്തിനാണ് ഇരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മൾ ഇപ്പോൾ ഈ മാർക്കോ പറയുമ്പോൾ എല്ലാവരും ഇൻ്റർനാഷണൽ ലെവലിൽ പണ്ട് ചെയ്തുകൊണ്ടെന്നുള്ളത് മലയാളത്തിലൊക്കെ ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ. ഇന്ത്യൻ സിനിമകളിൽ തന്നെ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഇത്രയും ബ്രൂട്ടലായിട്ടൊക്കെ കാണിച്ചു വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പുതുതലമുറയെ ഒരു വിഷ്വൽ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് സ്വാധീനിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ വേറെ നടൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നന്മ ചെയ്യുന്നത് പെട്ടെന്ന് സ്വാധീനിക്കില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ മറ്റൊരു സാധനം കൊണ്ട് മറയ്ക്കാൻ നോക്കുകയാണ്. അപ്പോൾ നന്മയെക്കാട്ടി പെട്ടെന്ന് തിന്മയാണ് നമുക്ക് പെട്ടെന്നൊരു ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നൊരു സാധനം. അത് ശ്രദ്ധിച്ചാൽ മതി. ഒരു എന്താണ് അതങ്ങനെയാണ് നമ്മുടെ ഒരു ഘടന. അപ്പോൾ മാർക്കോ മൂവി എടുക്കുകയാണെങ്കിൽ അതിനകത്ത് സാധാരണ പണ്ട് നമ്മൾ വില്ലന്മാരില്ലേ, എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് വില്ലന്മാരായിരുന്നു. അതായത് നെഗറ്റീവ് വശമായിട്ടാണ് അവരെ കാണുന്നത്. അവരെ നമുക്ക് ഭയങ്കര വെറുപ്പായിരിക്കും. അങ്ങനെയാണ് സിനിമകൾ ചിത്രീകരിക്കുന്നത്. ഇപ്പോഴെങ്ങനെയാണ്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൂരത ചെയ്യുന്ന നായകന്മാരാണ്. എന്നിട്ട് ഈ ക്രൂരതയെ ഗ്ലോറിഫൈ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. എല്ലാ ബ്രൂട്ടൽ സാധനങ്ങളെയും ഗ്ലോറിഫൈ ചെയ്ത് നായകനെ കൊണ്ട് ചെയ്യിപ്പിച്ച് അതിന് നല്ല പഞ്ചിങ് മ്യൂസിക്കും കൊടുത്ത്, അപ്പോൾ അതിനെ ഒരു എന്താണ് വളരെ ഈ നേരത്തെ ആ കുട്ടി പറഞ്ഞ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവരുടെ മനസ്സിലേക്ക് അത് അങ്ങനെയാണ് ചെല്ലുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഒരു ചെറിയ ഒരു ഫൈറ്റ് നടന്നാൽ പോലും അത് വില്ലൻ എന്നുള്ള രീതിയിൽ അത് നമ്മൾ പേടിയോടെ കണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇത് നായകന്മാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. എല്ലാ പിന്നെ ബ്രൂട്ട് അല്ലെങ്കിൽ MDMA വലിക്കുന്നതായാലും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പലതും കാണുന്നത് നായകന്മാരും അതിനൊത്ത ബിൽഡപ്പ് മ്യൂസിക് ഇട്ട് ഇതിനെ വേറൊരു തലത്തിൽ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കയറ്റി. മനുഷ്യൻ്റെ ഹൃദയത്തിൽ വളരെ ലോലമായ സാധനമാണ്. ഇതിനകത്തോട്ടാണ് കയറ്റി കൊടുക്കുന്നത്. അതും ഈ പിഞ്ചു കുട്ടികളുടെ ഇടയിലോട്ട് ഈ സാധനം കയറ്റി കൊടുക്കുമ്പോൾ ഒരു പരിധിവരെ അതുമൊക്കെ ബ്രേക്ക് ചെയ്യണം. പിന്നെ സെൻസർ ബോർഡ് എന്തിനാണെന്നുള്ള എനിക്കറിയത്തില്ല. അവർ പഴം വിഴിഞ്ഞ് അവിടെ ഇരുന്നേ ആയിരിക്കും. ഇത് കാണാം, അല്ലേ ഉറങ്ങി കാണാം, അല്ലെങ്കിൽ സെൻസർ ബോർഡിൽ കയറാതെ ഈ സാധനം വന്നേ ആയിരിക്കും. അതൊക്കെ ഇൻഫ്ലുവൻസ് ഒക്കെ ഇതിനകത്ത് ഒരുപാടുണ്ട് കേട്ടോ. അതിൽ എന്നെ പേടിപ്പിച്ച് മീൻസ് ഞാൻ ഒരുപാട് ഷോക്കായ രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെലിവറി എടുക്കുന്ന സമയത്ത് ആ വില്ലൻ ചെയ്ത രംഗമാണ്. അതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അല്ല, യഥാർത്ഥത്തിൽ അതിലെ എല്ലാ സീൻസും ഈ പറഞ്ഞ കണക്ക് സെൻസറി കയറിയ ആ പടം ഇല്ല. സെൻസർ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ആ പടത്തിനകത്തുള്ള ഒറ്റ സീനും ഇല്ല. അത്രയും ബ്രൂട്ടലായിട്ടുള്ള സാധനമാണ്. അപ്പോൾ
നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ സാഹചര്യങ്ങളും ഒരു മനുഷ്യനെ ബാധിക്കും. അതിൽ വിഷ്വൽ ആയിട്ടുള്ള സംഭവങ്ങൾ വളരെയേറെ ബാധിക്കുന്ന സാധനമാണ്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇങ്ങനെ സമൂഹം ഇവിടെ വളരുമെന്ന്. സിനിമ സ്വാധീനിക്കില്ല എന്ന്. അപ്പോൾ അതിനകത്തുള്ള ഒരു നടൻ വന്ന് പറഞ്ഞു, ഒരു വിദ്യാഭ്യാസമുള്ളൊരു നടനാണ് അദ്ദേഹം വന്ന് പറയുന്നു, അപ്പം എന്തുകൊണ്ട് നന്മകളെ എടുക്കുന്നില്ല എന്നൊരു സംഭവങ്ങൾ വന്നു. അത് എന്ത് ഫൂളിഷ്നെസ് ആയിട്ടുള്ള ചോദ്യമാണ് പുള്ളി ചോദിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇലുമിനാറ്റിക്ക് അടിമപ്പെടുവാണെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അത് എല്ലാമല്ല, ഒരു പരിധി വരെ ഉണ്ട്. പക്ഷെ അതെല്ലാം ഈ പറയുന്ന പോലെ അതിനെയൊക്കെ പോസിറ്റീവ് വശമായിട്ടാണ് കാണിക്കുന്നത്. അതാണ് വിഷയം. മനസ്സിലായി? പോസിറ്റീവ് വശമായിട്ട് കാണിച്ചപ്പോൾ അതിനകത്ത് ഒരു കുറ്റമില്ലെന്ന് കുട്ടികൾ തെറ്റിദ്ധരിക്കപ്പെടും. മനസ്സിലായി? അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് പോകുന്നത്. അതൊരു മാസമാണ്. ഇപ്പം പണ്ടൊക്കെ ഒരു അതായത് ഒരു ഡിഗ്രി ഏജൊക്കെ കഴിഞ്ഞിട്ടൊരു പയ്യൻ സിഗരറ്റ് വലിച്ചാൽ പോലും, അന്ന് സ്കൂളിലൊന്നും സിഗരറ്റ് വലിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സമയമാണ് കേട്ടോ. അന്ന് സിഗരറ്റ് പറഞ്ഞാൽ വലിയ സംഭവമാണ്, സിഗരറ്റ് ബീഡി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ഡിഗ്രി ലെവലൊക്കെ കഴിഞ്ഞവർ വലിക്കുന്നത്, പക്ഷേ അതുപോലും ഒളിച്ചു നിന്നാണ് വലിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഈ എറണാകുളത്ത് ഇപ്പം ഒരു 1-2 വർഷമായിട്ട് താമസിക്കുകയാണ്. ഞാൻ കാണുന്നതെന്ന് പറയുന്നത് എറണാകുളം സിറ്റിയുടെ തന്നെ ഞാൻ കാണുന്ന കാര്യം പറയാം. ഈ പെൺകുട്ടികൾ പോലും സിഗരറ്റ് കഞ്ചാവൊക്കെ പബ്ലിക്കായിട്ട് നിന്ന് വലിക്കുന്നതാണ്. അത് അവർ ഇത് മറ്റുള്ളവരെ കാണിക്കാനാണ് അവർ. മനസ്സിലായോ? അപ്പം ഈ സിഗരറ്റ് പുറത്തുനിന്ന് വലിച്ച് കാണിക്കുമ്പോഴാണ് അവർ ഈ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി മാറുന്നതെന്നും അതാണ് അവർ കൂടുതൽ അവരെ മാസ് രീതിയിൽ കാണുന്നതെന്നുള്ള രീതിയിലേക്കുള്ള തെറ്റിദ്ധാരണയിൽ ആണ് ഇവർ പുറത്തു നിന്ന് വലിച്ച് മറ്റുള്ളവരെ കാണിക്കുകയാണ്. എറണാകുളത്തൊക്കെ നിങ്ങൾ പല ഏരിയയിൽ പോയാൽ കാണാൻ പറ്റും. ഒളിച്ചു നിന്നൊന്നും വലിക്കുന്നില്ല പെൺകുട്ടികൾ പോലും. അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി? ഇതിപ്പോൾ ഇവിടെ ഒരു അതിശയോക്തിയല്ല. ഈ കഞ്ചാവ് പോലെയുള്ള സാധനമല്ല, സിഗരറ്റ് പോലെയുള്ള സാധനമല്ല. ഇവിടെ MDM പോലെയുള്ള സിന്തറ്റിക് സാധനങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് എറണാകുളം സിറ്റിയിലൊക്കെ. മനസ്സിലായോ? പിന്നെ ഇതിനകത്ത് വേറെ സംഭവമുണ്ട്. ഇപ്പം IT മേഖല അല്ലെങ്കിൽ പഠിക്കാൻ വരുന്ന കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പെൺകുട്ടികളാണ് എനിക്ക് തോന്നുന്നു ആൺകുട്ടികളെക്കാൾ. അപ്പോൾ അത് അവരുടെ ഫാഷൻ്റെ ഭാഗത്തിലുപരി ഇതിന് എനിക്ക് തോന്നുന്നു ഒരു പാക്കറ്റിന് ചെറിയ ഗ്രാമിന് തന്നെ 3000-2000 അത്യാവശ്യം പൈസ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഡെയിലി അവർക്ക് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ വീക്കിലിയൊക്കെ യൂസ് ചെയ്യണമെങ്കിലും വീട്ടിൽ നിന്ന് എന്തായാലും ഇത്രയും ക്യാഷ് എന്തായാലും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ അത്യാവശ്യം പണച്ചാക്കളായിട്ടുള്ള പയ്യന്മാർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, അവർ ഈ സാധനം ഇവർക്ക് ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യും. ഈ എറണാകുളത്ത് നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഫ്രീ ആയിട്ട് ഈ സാധനം ഓഫർ ചെയ്യും. അവർക്ക് വേണ്ടത് തിരിച്ച് ഫിസിക്കൽ റിലേഷനാണ്. അത് ഇവരെ കൊടുക്കുകയും ചെയ്യും. അതിലൊന്നും ഫിസിക്കലിനൊന്നും യാതൊരു വാല്യൂ ഇല്ല അവിടെ. ആ ഫിസിക്കൽ റിലേഷൻ അവർ ഒരു ദിവസം ഓക്കെ ഒന്നുമില്ല, 10,000 രൂപയുടെ സാധനമല്ലേ വരുന്നത്. അവർ എമ്മോ എടുത്താൽ മതി. എറണാകുളത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് എങ്ങനെയാണ്, ചില നടന്മാർ, പേര് പറയുന്നത്, ചില നടന്മാർ ഇതേപോലെ ഗേൾസിനെ പരിചയപ്പെട്ടിട്ട് അവർക്ക് എമ്മോ കൊടുക്കുകയും അവരെ ഫിസിക്കലി യൂസ് ചെയ്യും, അവരെ അടുത്ത ലേഡീസിനെ കൊണ്ടുവരും. ഒരു ഗ്യാങ് പോലെ നടക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത്രയും വൈകൃതമായി കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സിനിമാ മേഖലയിൽ മാത്രമല്ല, IT മേഖലയിലുണ്ട്, മെഡിക്കൽ ഫീൽഡിലുണ്ട്, എല്ലാ ഫീൽഡിലും ഉണ്ട് കേട്ടോ. പൊളിറ്റിക്സിൽ പോലും ഉണ്ട്. മനസ്സിലായേ? കൂടെ ഞാൻ ചേർക്കുകയാണ്, പിന്നെ വിട്ടു. നമ്മളിപ്പം ആലപ്പുഴ ഒരു MLA-യുടെ ഒരു ലേഡി MLA-യുടെ മകൻ ഒരു കുറ്റകൃത്യത്തിൽപ്പെട്ടിരുന്നു. MDMA കഞ്ചാവ് അങ്ങനെ എന്തോ സംഭവമായിട്ട് പിടിക്കപ്പെട്ടു. അവരുടെ ഒരു സുഹൃത്ത് വലയങ്ങളുണ്ടായിരുന്നു. ഇവൻ ഒഴികെ ബാക്കി എല്ലാവരും അതിൽ ജയിലിലേക്കാക്കി. പക്ഷേ ഇവനെ മാത്രം അതിൽ നിന്ന് എസ്കേപ്പാക്കി. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ ലേഡിയുടെ മകനാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, തരംതിരിവ് ഇവിടെയും ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് വേറൊരുത്തരാണ് അവനകത്ത് ഉള്ളിൽ പോകേണ്ടുള്ള കാര്യമുണ്ട്. പക്ഷേ ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഒരു MLA-യുടെ ഇൻഫ്ലുവൻസ് യൂസ് ചെയ്ത് അവനെ പുറത്തിറക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹമാണല്ലോ നമ്മുടെ, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയക്കാരാണെന്ന്. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെ തെറ്റായ സന്ദേശം ആണ് നമുക്ക് ഓരോ വ്യക്തികൾക്കും കിട്ടുന്നത്. അപ്പം ഓരോ പവർ അനുസരിച്ച് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നേർമയായിട്ട് ഒരു കാര്യവും നടക്കുന്നില്ല. മനസ്സിലായി? ഒരു മന്ത്രി നിയമസഭയിൽ പറഞ്ഞു, ഞാൻ ഈ അടുത്തിടയ്ക്ക് കണ്ടതാണ്, ഇന്ത്യയിൽ BJP ആയിരുന്നാൽ എന്ത് കുറ്റകൃത്യവും ചെയ്യും, അവന് അകത്ത് പോകില്ല. കേരളത്തിൽ ഇടതുപക്ഷക്കാരനായിരുന്നാൽ മതി, എന്ത് കുറ്റവും ചെയ്യും, എന്തും ചെയ്യാം, അവനകത്ത് പോകില്ല. ഒരു രാഷ്ട്രീയ നേതാവ് ഈ നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമാണ്. അത് എത്രയോ കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞത്, ഇല്ലേ? അതെ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പേടി തോന്നുന്നില്ലേ? പേടിയുണ്ട്. ഭയങ്കര പേടിച്ച് എനിക്ക് ഇനി ഒരു കടുവ് വേണം, അതിനകത്ത് കയറിയിരിക്കണം എനിക്ക്.
നമ്മൾ എന്തായാലും എനിക്ക് പൂർണ്ണമായ എല്ലാവരെ പോലെ തന്നെ പൂർണ്ണമായ ബോധ്യമുണ്ട്, ജനിച്ചാൽ ഒരിക്കലും ഒരിക്കലേ മരിക്കും എന്താ മരിക്കാതെ അത് ഒരു ദിവസം മുന്നേ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നട്ടല് വളച്ചെന്തായാലും ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊരു ന്യൂസ് കണ്ടത്. ഒരു പെൺകുട്ടി 18 കോടി രൂപയ്ക്കാണ് അവരുടെ വെർജിനിറ്റി വിറ്റേന്നൊക്കെ. ഇങ്ങനത്തെ വാർത്ത കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ ഷോക്കായി പോവാണ്. സോ അതിനോട് എന്താ പറയാനുള്ളത്? ഒരു ഷോക്കും ഇല്ല, കാരണം ഇതിനപ്പുറം വാർത്തകളാണ് ഡെയിലി നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത്. മനസ്സിലായി. അതും വളരെ സ്കൂൾ തലങ്ങളിലുള്ള കുട്ടികൾ വരെ ഇതിന് വില്ലിങ്ങായി നിന്ന് കൊടുക്കുന്നു പറയുമ്പോഴാണ് ശരിക്കും ഷോക്ക് വരുന്നത്. ഈ സ്കൂൾ തലങ്ങളിലുള്ള കൊച്ചു കുട്ടികൾ ഇതിന് വില്ലിങ്ങായി നിൽക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ എത്ര ന്യൂസാണ് അങ്ങനെ വരുന്നത്. സ്കൂൾ തലങ്ങൾ, ഞാനൊക്കെ ആ സമയത്ത് സത്യം പറഞ്ഞാൽ ടോയ്സുമായിട്ട് കളിച്ച് നടക്കുന്ന ഒരു പ്രായമാണ് ഈ സ്കൂൾ തലം എന്നൊക്കെ പറയുന്നത്. ടോയ്സിനോട് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. എനിക്കൊന്നും ചിന്തിക്കാൻ പോലും വയ്യ. മനസ്സിലായി. അതൊക്കെ ഈ പറഞ്ഞതാണ് എല്ലാം നമ്മൾ ഈ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ പേരൻസിനെ പറയണം, ഈ ടീച്ചേഴ്സിനെ പറയണം, ഇവരൊക്കെ കുറ്റക്കാരാണ്. എന്തിന് പിന്നെ രാഷ്ട്രീയക്കാർ വരെ പറയണം. രാഷ്ട്രീയക്കാർ ഒരു നിയമസഭാ സ്ഥാനം നിങ്ങളെടുത്തൊന്ന് കണ്ടുപോകുക, അതിനകത്ത് ഇടിയും തെറിവിളികളുമാണ് നടക്കുന്നത്. ഈ ലോകം ഭരിക്കേണ്ടുള്ള ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും, എന്ത് മ്ലേച്ഛമായ വേർഡ്സാണ് അതിൽ യൂസ് ചെയ്യുന്നവർ. ഇതൊക്കെ എന്ത് നമ്മൾ നല്ലതൊരു സാധനം കാണും? എന്ത് നല്ലത് കണ്ട് നമുക്ക് ഇവിടെ വളരാനുള്ള എന്ത് നല്ലതാണ് ഇവിടെ ഉള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് കാണേണ്ടത്? ആരാണ് നമുക്ക് മാതൃക എന്ന് പറയാൻ? പൊളിറ്റീഷ്യൻസിനെ മാതൃകയായിട്ട് എടുക്കാൻ പറ്റും, നിയമപാലകരെ എടുക്കാൻ പറ്റും. നിയമപാലകർ എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറേ പേരുണ്ട് അതിനകത്ത്. നല്ല ഒന്നാം തരം കേഡീസ് നിയമപാലകരിലും ഉണ്ട്, നല്ലവരും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്, നല്ലതും ചീത്തയൊക്കെ എല്ലാത്തിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെന്ത് കണ്ടാണ് കുട്ടികൾ വളരേണ്ടത്? ആരാണ് നമുക്ക് മാതൃകയാകേണ്ടത്? ഈ മാതൃകയാവുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ മൂവിയുടെ റിലേറ്റഡ് ടോപ്പിക്കിലോട്ട് തന്നെ വരാം. നാരായണൻ്റെ 3 ആൺമക്കൾ എന്ന് പറഞ്ഞ മൂവി ഇപ്പോൾ റിലീസായിട്ടുണ്ട് ഈ അടുത്ത്. സോ ആ മൂവിയിലെ കോൺസെപ്റ്റ് തന്നെ സഹോദരങ്ങൾക്കിടയിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പാണ്. എത്ര മോഡേൺ ചിന്താഗതിയുള്ള ഒരാൾക്കും ചിന്തിക്കാൻ പറ്റാത്ത ലെവലുള്ള ഒരു കോൺസെപ്റ്റ്. സോ ഇതുപോലെ മലയാള സിനിമകൾ വരുമ്പം അതിനെ നമ്മൾ എതിർക്കേണ്ടില്ല. കാരണം വളർന്നു വരുന്ന കുട്ടികൾ അതിൽ സ്വാധീനിക്കുകയാണ്. മീൻസ് അവർ അത് കണ്ടിട്ട് ആ രീതിയിലോട്ട് വളരുകയാണ്. സോ മൊറാലിറ്റി എന്ന് പറയുന്ന കാര്യങ്ങൾ കൂടി നഷ്ടപ്പെടാൻ സിനിമ ഒരു കാരണമാവുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ? അല്ല, ഇത്തരം സിനിമകൾ ഞാനിതിനെ കാണാത്തതുകൊണ്ട് എനിക്ക് വിശദമായിട്ട് പറയാൻ പറ്റില്ല സിനിമ. പക്ഷേ ഇത്തരം സിനിമ അതിനെക്കുറിച്ച് ഗ്ലോറിഫൈ ചെയ്താണ് കാണിക്കുന്നത്. ഈ സെക്ഷൽ മീൻസ് ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ആ മൂവി കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അത്തരം ഈ സമൂഹത്തിന് പറ്റാത്ത ഒരു സിനിമയാണെങ്കിൽ എന്തുകൊണ്ട് അത് ബാൻ ചെയ്തില്ല? അതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ഒരു സിനിമ ഈ സമൂഹത്തിന് ആവശ്യം ഇല്ല എന്ന് സെൻസർ ബോർഡ് എന്ന് പറഞ്ഞ സാധനം വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സെൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ബാൻ ചെയ്യുക, അത്രയുള്ള അതിനകത്തുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. അതുപോലും ബാൻ ചെയ്യാതെ ഇറക്കണമെങ്കിൽ അതിനകത്ത് മറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടാകാം. ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ എല്ലാവരും സ്വാർത്ഥരായി കഴിഞ്ഞു. പണത്തിന് മീതെ പരുന്ത് പറക്കത്തിൽ എല്ലാം പണം ഉണ്ടെങ്കിൽ എന്തും നടക്കുമെന്നുള്ള. അതുകൊണ്ട് തന്നെയാണ് മാർക്കോ പോലൊരു പടം ഇവിടെ റിലീസായതും ഈ നിങ്ങൾ പറഞ്ഞ ഈ സിനിമ ഇവിടെ റിലീസാകുന്നതും ഇവിടെ നടക്കുന്ന കംപ്ലീറ്റ് അഴിമതികളും സ്വാർത്ഥതയിൽപ്പെടുന്ന സാധനമാണ്. മറ്റൊരാളോട് സ്നേഹം ഉണ്ടായാലേ സമൂഹത്തോട് സ്നേഹം ഉണ്ടാവുള്ളൂ. അതെവിടെ? സ്വന്തം മാതാപിതാക്കളെ പോലും സ്നേഹിക്കാത്തൊരു സമൂഹമല്ലേ ഇത്? അതാണ് സത്യങ്ങൾ വിളിച്ചു പറയുമ്പം സിനിമയിലോ സീരിയലൊക്കെ ആണെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെടാറുണ്ട്. ഇഷ്ടംപോലെ. അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ എന്താണ് വിഷമം? ഒരു വിഷമമില്ല, അത് ഞാൻ പറഞ്ഞിട്ടല്ലേ, കുഴപ്പമില്ല. അങ്ങനെ വിഷമിച്ചിട്ട് എന്താ? എനിക്ക് വരാനുള്ളത് എനിക്ക് വരും, എനിക്ക് എന്തായാലും വരാനുള്ളത് വരും. പിന്നെ ഒരുപാട് സുഖ സൗകര്യങ്ങൾ കുറയും. അത് അങ്ങനെ വലിയ സുഖ സൗകര്യങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ പട്ടിണി ഒന്നും കിടക്കാനുള്ള അവസ്ഥകൾ എന്തായാലും വരില്ല. മനസ്സിലായി? ഇതുവരെയ്ക്കും വന്നിട്ടില്ല, നാളെ വരുമെന്ന് അറിഞ്ഞില്ല. പക്ഷേ ഇതുവരെയ്ക്കും എന്തായാലും എനിക്ക് നട്ടല് വളച്ചങ്ങോട്ട് ബാക്കി കഴുതകളെ പോലെ ജീവിക്കുന്നതിനോട് എനിക്കൊരു ആ സുഖസൗകര്യങ്ങൾ വേണ്ട. മനസ്സിലായി? അത്രേ ഉള്ളൂ. പിന്നെ ഒരു സത്യമായ കാര്യമാണ്, നമ്മൾ ഭാവി എന്ന് പറഞ്ഞ് ജീവിക്കുന്നത്. നമ്മൾ നാളെ മരിക്കേണ്ടുള്ള ആൾക്കാരാണ്. എന്താണ് ഈ ഭാവി? നാളത്തേക്കെന്ന് പറഞ്ഞ് ചിന്തിക്കുന്നത് എന്താണ്? നാളെ ഇന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നാളെ അങ്ങ് ജീവിച്ചിരിക്കുന്നത്. മരിക്കുമെന്ന് പൂർണ്ണമായി ബോധ്യമുണ്ടായിട്ട് പോലും നാളെക്കുറിച്ചാണ് എല്ലാവരും ചിന്തിക്കുന്നത്. എനിക്കതാണ് ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നുന്നത്. മനസ്സിലായി? അങ്ങനെ ഞാൻ വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് ഇതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചിന്ത. മനസ്സിലായി? പിന്നെ ഞാൻ ഒരാളെയും എൻ്റെ ജീവിതത്തിൽ നോവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരാളെയും എൻ്റെ വാക്കുകളുണ്ടോ ഇതുകൊണ്ടോ ഞാൻ നോവിക്കില്ല. എൻ്റെ ഷോയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അത്. മറ്റുള്ള ഇപ്പോൾ ബിഗ് ബോസ് പോലത്തെ ഷോയിലേക്ക് തിരിച്ചു വരാം. അതിനകത്ത് ഞാൻ വളരെ അഗ്രസീവായിട്ടുള്ള ഒരാളായിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനകത്ത് വരുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും പൂർണ്ണമായി ബോധ്യമുണ്ട് ഈ ഷോ ഇങ്ങനെയാണ്. അതിനുള്ള പേയ്മെൻറ്റ് മേടിച്ചിട്ടാണ് വരുന്നത്. അതൊരു ഷോ മാത്രമാണ്. സോ അത് സ്ക്രിപ്റ്റഡ് ആണെന്നാണ് പറയുന്നത്. അത് സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷെ അതിൻ്റെ ഒരു ജോണർ ഇങ്ങനെയാണെന്നുള്ളത് വരുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ വില്ലിങ്ങായിട്ട് വരുവാണ്. അപ്പോൾ ആ ഷോയിൽ ഏറ്റവും മനോഹരമായ ഒരു ഷോ മേക്കർ ആകുക എന്നുള്ളതാണ് എൻ്റെ താല്പര്യം. അത്രേ ഉള്ളൂ ഞാൻ കാണിച്ചത്.
ഓക്കെ. പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് ബിഗ് ബോസ് പോയതിനു ശേഷം പിന്നീട് ആ തീരുമാനം തെറ്റായി തോന്നിയിട്ടുണ്ട്. എനിക്ക് ഒരിക്കലും തോന്നില്ല. എന്തിനാണ് അങ്ങനെ തോന്നുന്നത്? ഞാൻ ചെയ്ത ഒന്നും എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് ബിഗ് ബോസ് ഒരിക്കലും തെറ്റല്ല. എനിക്ക് അതുകൊണ്ട് 10 പേര് അറിഞ്ഞു എന്നുള്ളതാണ്, പൈസയും കിട്ടി. എനിക്കൊരിക്കലും തെറ്റായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ അയ്യോ തെറ്റായിരുന്നു അതൊന്നും പറയും, നാളെ ചെയ്യാൻ പോകുന്നതാണ് ശരി, ഒന്നുമില്ല. എന്നിട്ട് നാളെ ചെന്ന് പറയും ഇപ്പം ഇന്ന് ചെയ്ത കാര്യം തെറ്റായിരുന്നു പറയും. ഇത് തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നുമില്ല, ഞാൻ ചെയ്തതെല്ലാം ശരി തന്നെ. ഞാൻ എന്തെങ്കിലും വേദനയിൽപ്പെട്ടിട്ടുണ്ടോ അതിൽ കുടുക്കിൽപ്പെട്ടോ അത് പിന്നീട് എനിക്ക് നല്ലതായി തന്നെ വരെയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ അനുഭവങ്ങളായി വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് വാർന്ന് സംസാരിക്കാൻ പറ്റില്ല, പഴം കണക്കിരിക്കാൻ വേണ്ടി വരും. വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. സോ ഒരിക്കലും ജീവിതത്തിൽ എടുത്ത തീരുമാനമൊന്നും തെറ്റായി തോന്നിയിട്ടില്ല. എന്താ അവിടെ തെറ്റ് ശരി എന്താണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല. എന്തെങ്കിലും ലൈഫിൽ പരാജയപ്പെട്ടതായി തോന്നിയിട്ടുണ്ടോ? പരാജയം ഇല്ലാതെ എങ്ങനെയാണ് വിജയം ഉണ്ടാകുന്നത്? മനസ്സിലായി. എല്ലായിടത്തും നമ്മൾ തോറ്റു, അതിലൊരു സുഖമാണ്. ഓരോ സ്ഥലത്തും തോൽക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ അനുഭവം കിട്ടുന്നതും. മറ്റേ വിജയത്തിൻ്റെ സുഖം അറിയണമെങ്കിൽ പരാജയപ്പെടണ്ടേ? വിശന്നിരിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് നിങ്ങൾ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിന് രുചിയുണ്ടാവും. നിങ്ങൾ വയറ് പറഞ്ഞിരിക്കുമ്പോൾ എന്ത് കഴിച്ചാലും ഒരു രുചി ഉണ്ടാവില്ല. ആ ഭക്ഷണം നിങ്ങൾക്ക് നല്ല രീതിയിൽ ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ വിശക്കണം, എന്നിട്ട് കഴിച്ചു നോക്ക്. മനസ്സിലായി. പക്ഷേ അതേ കണക്ക് തന്നെയാണ് നമ്മുടെ ലൈഫും. നമ്മൾ പരാജയങ്ങൾ ഉണ്ടാകണം. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെ ഒട്ടിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ഒരു അനുഗ്രഹം തന്നെയാണ് പരാജയം ഉണ്ടാകുന്നത്. എന്നിട്ട് വിജയിക്കണം. അപ്പോഴാണ് വിജയം എന്ന് പറയുന്നത്. പരാജയപ്പെടുമ്പോഴാണ് അടുത്ത വിജയമായി മാറുന്നത്. അപ്പോൾ അതിനൊരു സുഖം ഉണ്ടാവും. പരാജയമില്ലാത്ത ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? വിജയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ചിരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കരയാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ എല്ലാം ഉണ്ടാവും. അതാണ് ഒരു ജീവിതം എന്ന് പറയുന്നത്. പിന്നെ ഈ നമ്മൾ ആരോ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ECGയുടെ ഗ്രാഫില്ലേ, ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകും ഏറ്റക്കുറച്ചിലുകളായിട്ട്. അത് എപ്പം നമ്മുടെ ശ്വാസം നിൽക്കുന്നപ്പോൾ നേരെ പോകും. അപ്പം നമ്മൾ മരിച്ചതിന് തുല്യമാണ് ഒരേ കണക്ക് പോവുകയാണെങ്കിൽ. മനസ്സിലായി. നമ്മൾ ജീവിതമാകുമ്പം ഈ ശ്വാസത്തിൻ്റെ താളം പോലെ തന്നെ പോകണം. അത് അങ്ങനെ പോലെ അതിന് സുഖമുള്ളൂ. സോ ഇനിയൊരു മാരിറ്റൽ ലൈഫൊക്കെ ഉണ്ടാവുമോ ജീവിതത്തിൽ? അങ്ങനെ ഇനിയിപ്പോൾ ഈ ലൈഫിൽ ഞാൻ ഓൾറെഡി അഡ്ജസ്റ്റഡ് ആണ്. അപ്പോൾ അതങ്ങനെ പോട്ടെ. നാളുകളെ കുറിച്ചൊന്നും ചിന്തിച്ച് എഴുതി വെക്കുന്ന പ്രകൃതക്കാരനൊന്നുമില്ല ഞാൻ. ഇപ്പം കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് പോകും. അങ്ങനെ പോട്ടെ. നാളെക്കുറിച്ചൊന്നും ഇപ്പോൾ അങ്ങനെ ചിന്തയൊന്നുമില്ല. ഓക്കെ. ഈ ഒരു മാരിറ്റൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ 2K കിഡ്സിൻ്റെ ഇടയിൽ ഇപ്പോൾ വരുന്ന കുറേ വാക്കുകളാണ് സിറ്റുവേഷൻഷിപ്പ്, ബോഡി കൗണ്ട്, അങ്ങനെ എന്തൊക്കെയോ കുറേ വാക്കുകൾ. എപ്പോഴും അതിൻ്റെ പലതിൻ്റെ അർത്ഥം എനിക്ക് അറിഞ്ഞൂടെ. ഒരു കുട്ടി എന്നോട് പറഞ്ഞതാണ്, എത്രയാണ് നിങ്ങളുടെ ബോഡി കൗണ്ട്? ഞാൻ സിറ്റുവേഷൻഷിപ്പാണ്, ഞാൻ ഇതാണ് അതാണ്, ലിവ് ഇൻ ടുഗദർ എന്ന് പറയുന്ന ഒരു വാക്കിൽ ഒതുങ്ങി നിന്നെടുത്തുനിന്ന് ബെസ്റ്റി ഇത് കുറേ കോൺസെപ്റ്റുകളുണ്ട്. സോ നമ്മുടെ ജനറേഷൻ ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്നത് വളരെ കുറവായിട്ട് വരികയാണ്. സോ ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി, അത്രേ ഉള്ളൂ. ഇത് കുറച്ച് കാലത്തേക്ക് ഇങ്ങനെയുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ കാഷ്വൽ ആയിട്ട് പോകുന്ന രീതിയിലോട്ട് ബന്ധങ്ങൾ മാറിയിരിക്കുകയാണ്. സോ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഞാൻ പ്രണയിച്ചിട്ടുണ്ട്. ഞാൻ നല്ലൊരു പ്രണയിതാവായിരുന്നു. ഞാൻ സ്കൂൾ തലത്തിലൊക്കെ പ്രണയിക്കുന്ന സമയങ്ങളിൽ എനിക്ക് പറയാൻ പേടിയാണ്. പ്രണയം എന്നുള്ളത് ആ കുട്ടിയോട് ചെന്ന് പറയാൻ പേടിയാണ്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇന്നും പറയാതെ പോയ പ്രണയം കൊണ്ട്. പക്ഷെ ആ കുട്ടിക്ക് അറിയാം ഞാൻ പ്രണയിക്കുന്നത്. ഒരു നോട്ടം എന്നെ നോക്കിയാൽ അന്ന് അത് മതി, 2 ദിവസത്തേക്ക് ഉറങ്ങില്ല. മനസ്സിലായി. അപ്പം ഇങ്ങനെയുള്ളൊരു ബ്യൂട്ടിഫുൾ പ്രണയമുള്ള വാല്യൂ ആയിട്ടുള്ള ആ പ്രണയത്തിനൊക്കെ ഒരു സുഖമുണ്ട് കേട്ടോ, ഉള്ള ഒരു സമയമുണ്ടായിരുന്നു. ഇന്നത്തെ പ്രണയം എന്ന് പറയുന്നത് പ്രണയം എന്നല്ല, ഇന്നത്തെ കാമം എന്നാണ്. കാമത്തെ പ്രണയം എന്നാണ് ഇപ്പം പറയുന്നത്. മനസ്സിലായി. ഇപ്പോൾ നമ്മൾ ഒരു പെൺകുട്ടിയായിട്ട് ജസ്റ്റ് പരിചയപ്പെടുന്നു, അടുത്ത ഉടനെ അവർ നമ്പർ വാങ്ങുന്നു, ചാറ്റ് ചെയ്യുന്നു, രാവിലെ പരിചയപ്പെട്ട് ഉച്ചയ്ക്കാകുമ്പോൾ വെച്ച് അവർ ഓക്കെ ആയി. അവർ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ബെസ്റ്റിയോ ഗിസ്റ്റിയോ ഒക്കെ ഉച്ചയ്ക്കകത്താവും. വൈകിട്ടകത്ത് അവരെവിടെയാണോ റൂം എടുക്കാൻ പറ്റുന്നത്, എവിടെ സാഹചര്യം എന്നാണ് അവർ ഫിസിക്കൽ റിലേഷനും കഴിയും. 2-3 ദിവസം കഴിയും. ഞാൻ കണ്ടുവരുന്ന കാര്യങ്ങളാട്ടോ ഇവിടെ. 2-3 ദിവസം അവർ ആ ബന്ധമുണ്ട്, ഒരാഴ്ച ഉണ്ടാകും. അത് കഴിയുമ്പോൾ അടുത്ത ആളിലേക്ക് പോകും. പെണ്ണും പോവും, ആണും പോവും. ഇന്നത്തെ ഈ നിങ്ങൾ പ്രണയം എന്ന് വിളിക്കുന്ന കാമത്തെ പ്രണയം എന്ന വാക്കിട്ടാണ് ഇപ്പം വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. പണ്ട് പ്രണയത്തെ പ്രണയം എന്ന് വിളിച്ചിരുന്നു, കാമത്തെ കാമം എന്ന് വിളിച്ചു. ഇന്ന് കാമത്തെ പ്രണയം എന്ന് വിളിക്കുകയാണ് എല്ലാവരും. അത്രയേ ഉള്ളൂ. ഒരു 90% ഇതിനകത്ത് ഒരു തെറ്റും വരില്ല. പിന്നെ വേറെ കാര്യമുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ഒരു പാട്ട് നിങ്ങൾ എടുത്ത് നോക്കുക. ഒരു സോങ് എടുത്താൽ കൊച്ചിക്കായ കെട്ടിയാൽ പോലും എന്താണ് കിറുക്കന്മാർക്ക് തന്നെ കിട്ടൂല. അതായത് എല്ലാം ഒരു വയലൻസ് സ്റ്റേജും ഒരു അങ്ങനെ സാധനം. പണ്ടത്തെ പാട്ടുകളിൽ പോലും ഒരു വളരെ ലവബിളായിട്ടുള്ള വേർഡ്സുകളാണ്. ഇന്ന് ആ ലവബിളായിട്ടുള്ള വേർഡ്സുകൾ വന്നു കഴിഞ്ഞാൽ പൈങ്കിളി എന്ന് പറഞ്ഞ് തള്ളിക്കളയും. അപ്പോൾ അങ്ങനെയൊക്കെ കൾച്ചറിൻ്റെ ഒക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ സ്നേഹബന്ധങ്ങളിലൊന്നുമല്ല.
ഇന്നീ പറഞ്ഞ പോലെ മാസ് ബ്യൂട്ടിഫുൾ ആയുള്ള കൊല, ബ്രൂട്ടൽ കൊലയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള തലങ്ങളിലേക്ക് മാറി. ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ട ഈ 2K കിഡ്സിനെയാണ്. അവരുടെ ഒന്നും പണ്ടത്തെ കണക്ക് ഇടാപടം പറഞ്ഞൊന്നും ചെല്ലരുത്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ തള്ള വൈബ് തന്ത വൈബ് എന്ന് പറയും. പുതിയ പുതിയ വേർഡ്സുകൾ ഉപയോഗിച്ചാലും കാര്യങ്ങൾ ഇതാണ്, മനസ്സിലായ? അല്ല വേറെ ഒന്നുമില്ല, വേർഡ്സുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഒരു ഡാർക്ക് ഏജ് സിറ്റുവേഷനിൽ കൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശരിയാണ്. സോ ഫിറോസ് ഖാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ പ്രണയമുണ്ടോ? ഞാൻ പ്രണയമില്ലാതെ ലോകത്ത് ഒരു മനുഷ്യരും ഉണ്ടാവില്ല. ഇപ്പോൾ പ്രണയമില്ലെന്നേ ഉള്ളൂ. എനിക്ക് പ്രണയങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പഠിക്കുന്ന കാലങ്ങളിലൊക്കെ പ്രണയം ഉണ്ടായിരുന്നു. ഞാൻ പ്രണയിച്ച് വിവാഹം കഴിച്ച ആളാണ്. അപ്പോൾ പ്രണയങ്ങൾ ഉണ്ടാവണമല്ലോ. പ്രണയം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ പ്രണയമാണെന്ന് അറിയണം. കാമമല്ല പ്രണയം, പ്രണയമാണെന്ന് മനസ്സിലാക്കുക. ഏതായാലും ഇപ്പം പ്രണയമൊന്നുമില്ല, മതിയായി എന്നുള്ള വാക്കില്ല. പക്ഷേ അങ്ങനെ നമ്മൾ പറയുന്നത് തെറ്റാണ്. പ്രണയം അങ്ങനെ മതിയായി, അപ്പോൾ എല്ലാവരും ഒരേ കണക്കാണോ? അങ്ങനെയൊന്നുമല്ല. അതിൻ്റേതായ സമയത്ത് ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാം. ഇപ്പം ഞാൻ എന്തായാലും മറ്റു പല കാര്യങ്ങളായിട്ട് എൻഗേജ്ഡാണ്. ഞാൻ മറ്റൊരു തലത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വേഷമൊക്കെ കണ്ടു ഞാൻ ശബരിമല അങ്ങോട്ടൊക്കെ പോകണം. ഇപ്പൊ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയാണല്ലോ, ഞാൻ വിചാരിച്ചാൽ അതായിരിക്കും. ആറ്റുകാൽ പൊങ്കാല മാത്രമല്ലല്ലോ, മറ്റേ വേറെ സംഭവം ഉണ്ടല്ലോ, മറ്റേ കുംഭമേള അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിൻ്റെ ഒരു ട്രെൻഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് എൻ്റെ ലഹരി ഇതൊക്കെയാണ്. എൻ്റെ മെയിൻ ലഹരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വസ്ത്രധാരണത്തിലുള്ള ലഹരിയുണ്ട്, പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ലഹരിയുണ്ട്. എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്നതിനെക്കാട്ടി വലിയ ലഹരിയൊന്നും മറ്റൊരു സ്ഥാനത്ത് നിന്ന് കിട്ടുമെന്ന് തോന്നത്തില്ല, മനസ്സിലായോ? അപ്പോൾ എനിക്ക് ഒരു നല്ല മ്യൂസിക് കേൾക്കുമ്പോൾ കിട്ടുന്ന ലഹരിയുടെ ഒരു 100% പോലും കിട്ടും. നല്ലൊരു മഴ എത്തും, നമ്മൾ ആ മഴ നോക്കിയിരിക്കുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ല. അപ്പോൾ മറ്റ് പലതിലും നമുക്ക് ലഹരി കിട്ടുന്നുണ്ട്, മനസ്സിലായി? അത് നമ്മൾ ആ രീതിയിൽ ആസ്വദിക്കാൻ പഠിക്കണം. അതാണ് പുതു തലമുറയ്ക്ക് ഇല്ലാത്തത്. വേറെ ഒന്നിനും അവർ എൻഗേജ്ഡ് അല്ലല്ലോ. ഒരു ഫിസിക്കൽ ഗെയിം ഉണ്ടോ എപ്പോഴും? ഗ്രൗണ്ടിൽ ഇറങ്ങി ആരെങ്കിലും കളിക്കുന്നുണ്ട്. കംപ്ലീറ്റ് മൊബൈൽ ലോകത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളിരിക്കില്ല. അപ്പം കംപ്ലീറ്റ് കാര്യങ്ങൾ മാറണം. ലിവിങ് എൻവയറമെൻറ്റ് കംപ്ലീറ്റ് ഇവിടെ മാറണം. ഇപ്പൊ പ്രണയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ബിഗ് ബോസിലുള്ള ഫിറോസ് ഖാനെ പറ്റി ഇങ്ങനെ ആൾക്കാർ ആലോചിക്കും, പ്രത്യേകിച്ചും പിള്ളേർ ആലോചിക്കുമ്പോൾ എപ്പോഴും ഷൗട്ട് ചെയ്ത് ഒരു ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ അങ്ങനെയുള്ള ആൾക്കാരെ പെൺകുട്ടികൾക്ക് പൊതുവെ പേടിയാണ്. സോ റിയൽ ലൈഫിൽ അങ്ങനെ ഒരാൾ തന്നെയാണോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, റിയൽ ലൈഫിൽ ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ പോലെ അഗ്രസീവ്നെസ്സോ ഒന്നും അല്ലാതെ വളരെ പൊളൈറ്റായിട്ട് ആൾക്കാരുമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. അത് ഞാനുമായി ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് പോലും പരിചയപ്പെടുന്നവരുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഷാലു തന്നെ എൻ്റെ അടുത്ത് പരിചയപ്പെട്ടിട്ട് ഇതിന് മുന്നേ ഇൻ്റർവ്യൂവിന് മുന്നേ തന്നെ എന്നെ വിളിച്ചപ്പോൾ എങ്ങനെയായിരുന്നു എൻ്റെ പെരുമാറ്റം. അപ്പോൾ പലരും എന്നോട് പിന്നീട് ചോദിക്കാറുണ്ട്. ഞാനിപ്പം ഒരു ചാനലിൽ പ്രോഗ്രാം ചെയ്ത പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു പെൺകുട്ടിയാണ്, ജിബി എന്ന് പേരുള്ളൂ. അപ്പോൾ ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു, ഫിറോസ് സത്യ ഈ പ്രോഗ്രാമിൽ വിളിക്കുന്നതിന് മുന്നേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ എൻ്റെ പുള്ളിയുടെ മുകളിലുള്ള ആളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, വിളിക്കൂ, ഫിറോസുമായിട്ട് നിങ്ങൾ പരിചയപ്പെട്ടിട്ടില്ലല്ലോ, നിങ്ങൾ വിളിച്ച് പരിപാടി ചെയ്തു നോക്കുക, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആങ്കറിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്കിപ്പോൾ ഫിറോസിക്കയുടെ കൂടെ വർക്ക് ചെയ്യുന്ന അടുത്തൊരു വർക്ക് കൂടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത്രമാത്രം നിങ്ങൾ ഇത്രയും ഒരു പൊളൈറ്റായിട്ടുള്ള മനുഷ്യനാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് എനിക്ക് തന്നൊരു സംഭവം. അപ്പോൾ പലരുടെയും ധാരണ എനിക്ക് എത്ര വർക്കുകളില്ലാതെ. അപ്പം ഈ പ്രണയത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. പല പെൺകുട്ടികൾക്ക് പേടിയാണ് ആക്ച്വലി. എൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലും പേടിയുള്ള പെൺകുട്ടികളുണ്ട്. ഞാനെന്തോ അഗ്രസീവായിട്ട് പെരുമാറുന്ന ഒരാളാണ്, ഒരിക്കലും എൻ്റെ മനസ്സിൽ പ്രണയമില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഭയങ്കര പേടിയോടെയാണ് ഓരോ പെൺകുട്ടികൾ, സത്യത്തിൽ വളരെ സത്യമാണിത്, പെൺകുട്ടികൾ എന്നോട് ഇപ്പോഴും എനിക്ക് വരുന്ന മെസ്സേജിൽ പോലും പേടിച്ചിട്ടൊക്കെയാണ് അവർ മെസ്സേജ് തരുന്നത്. അപ്പോൾ എന്നാൽ ഇവിടെയുള്ള എനിക്ക് വേറെ കോമഡി എന്ന് പറഞ്ഞാൽ ഈ മബു കണക്കിരിക്കുന്ന പയ്യന്മാരുണ്ടല്ലേ, ഈ വളരെ ഇതായിട്ടിരിക്കുന്ന, അവർക്കൊക്കെയാണെങ്കിൽ മൾട്ടിപ്പിൾ ലവുമാണ്, മനസ്സിലായി? അപ്പോൾ ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അറിയാൻ വയ്യ. നമ്മൾ ഇച്ചിരി ഉശിരോടൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവർ ഒന്നാമത്തെ കാര്യം തന്നെ ഈ ബിഗ് ബോസ് ഒക്കെ വെച്ച് ജഡ്ജ് ചെയ്തിട്ട് ഒരാളും അങ്ങോട്ട് അടുക്കത്തില്ല. അല്ല, ഒരു പരിചയം നല്ലത് തന്നെയാണ്. സോ ജീവിതത്തിൽ ഒരു കുഞ്ചാക്കോ ബോബൻ തന്നെയാണ്. ഒരിക്കലും കുഞ്ചാക്കോ ബോബനല്ല കേട്ടോ. അല്ല, റൊമാന്റിക് ഹീറോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, എന്നുവെച്ചാൽ സിനിമയിലെ കുഞ്ചാക്കോവൻ റൊമാന്റിക് ഹീറോ ആയിരുന്ന കുഞ്ചാക്കോവൻ, റിയൽ ലൈഫിലെ കുഞ്ചാക്കോവനല്ല. ഓക്കെ, അപ്പൊ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിന് ഒരുപാട് നന്ദി. നിലപാടുകളിൽ വളരെ ഉറച്ചു നിൽക്കുന്ന, ജീവിതത്തെ ഒട്ടും ഭയമില്ലാത്തൊരു വ്യക്തി തന്നെയാണ്. സോ ഇങ്ങനെ ഒരാളെ നേരിട്ട് കാണാനും പരിചയപ്പെടാനും പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രേക്ഷകരോട് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഇതായിരുന്നു, ഇപ്പോഴത്തെ സിന്തറ്റിക്കിൻ്റെ ഒരു ലോകത്തെക്കുറിച്ചാണ്. ഇതിൽ ഒന്നേ ഉള്ളൂ. പ്രധാനമായി
വീട്ടുകാർ, മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. പിന്നെ ടീച്ചേഴ്സ് പൊളൈറ്റായിട്ട് ഈ ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം കുത്തിക്കയറ്റി കൊടുക്കാതെ പടി എന്ന് പറയാതെ അവരെ നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങായി വളർത്തിയെടുക്കാൻ നോക്കും. പഠിത്തമായിട്ട് കൂടെ നടന്നോളും. അപ്പോൾ നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങായി വളർത്തിയെടുക്കുന്നതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. അപ്പോൾ അതിന് സ്നേഹം തന്നെയാണ് മരുന്ന്. സ്നേഹത്തോടെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക, അവർക്ക് വേണ്ടി ചെവി കൊടുക്കുക, അത്രേ ഉള്ളൂ. താങ്ക് യു.